ഇനി ഞങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കണ്ട, അത് നടക്കുന്ന കാര്യമല്ല. പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്ഥാനമേറ്റിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ ഒത്തൊരുമയോട് തന്നെ നിലനിൽക്കാൻ പോവുകയാണ്. കുത്തിത്തിരിപ്പ് ഇല്ലെന്ന് ആര് പറഞ്ഞു? കുത്തിത്തിരിപ്പൊന്നും ആരും ഇനി ഉണ്ടാക്കാൻ നിൽക്കേണ്ടെന്ന്. കുത്തിത്തിരിപ്പ് ഉണ്ടെങ്കിലേ കോൺഗ്രസ് ആകത്തുള്ളൂ, അതറിഞ്ഞൂടെ? കുത്തിത്തിരിപ്പില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇല്ല. ഈ പിളർന്നില്ലെങ്കിൽ കേരള കോൺഗ്രസ് ആകത്തില്ലല്ലോ. പിളർന്നാലല്ലേ കേരള കോൺഗ്രസ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് കുത്തിത്തിരിപ്പും അങ്ങേയറ്റം പാരവെപ്പും ഒക്കെ ഉണ്ടാകണം. ഇതിപ്പോൾ സണ്ണി ജോസഫ് അധികാരമേൽക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്ന ഉള്ള ആരവത്തോടു കൂടിയാണ്. നോക്കണേ, ഒരാളിരുന്ന് കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു കൊണ്ടുവരുമ്പോഴാണ് ആ ആളിനെ കുത്തിത്തിരിപ്പിലൂടെ പുറത്താക്കിയിട്ട് വേറൊരുത്തനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി ഗുണം പിടിക്കുക? ഇത് ഗുണം പിടിക്കാനുള്ളതല്ലിത്. സണ്ണി ജോസഫിൻ്റെ കാലാവധി എത്ര നാളത്തേക്കാണ് പറയാൻ പറ്റുമോ? ഈ സുധാകരനെ കൊണ്ടുവന്നത്, കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നത് സുധാകരനെ പോലുള്ള ഒരാൾ, ആ സുധാകരൻ്റെ അത്രയും കഴിവുള്ള ഒരാൾ ഈ കോൺഗ്രസ്സിൽ ഇല്ല KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ. കാര്യങ്ങൾ ചുട്ട മറുപടിയല്ലേ കൃത്യമായിട്ട് കൊടുക്കുന്നു, നേരെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നു. സുധാകരനെ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റിയെന്നല്ലേ ഉള്ളൂ. പക്ഷേ സുധാകരന് വേണ്ടുന്ന ഒരു പ്രാധാന്യം, അതിപ്പോൾ ഷാഫി ആണെങ്കിലും പറയുന്നുണ്ട്, ഞങ്ങളുടെ മുതിർന്ന നേതാവിൻ്റെ പ്രാധാന്യം ഞങ്ങൾ ചേർന്ന് ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഉള്ളൂ. അത് ഇവിടെ അങ്ങ് കൊഴിഞ്ഞു പോയെങ്കിലും പിന്നീട് അങ്ങ് കൽപ്പദ്രുമത്തിൽ വിടർന്നിടും എന്ന് കുമാരനാശാൻ പാടിയതുപോലുള്ള അവസ്ഥയിലാണിത്. അങ്ങ് പ്രത്യേക ക്ഷണിതാവായിട്ടല്ലേ കോൺഗ്രസ്സിൽ. കോൺഗ്രസ്സിൽ എന്ത് ക്ഷണിതാവ്? കോൺഗ്രസ്സിൽ കാര്യങ്ങൾ തീർച്ചപ്പെടുത്താൻ അവിടെ സോണിയാമ്മച്ചിയും പിള്ളേരും ഉണ്ട്. അവർ തീർച്ചപ്പെടുത്തിക്കോളും. അത് അവർ തീർച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ അടുക്കളക്കാരൻ ഖാർഗെ വന്ന് പത്രക്കാരോട് പറയും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒന്നിൻ്റെ ആവശ്യമില്ല. രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിക്കാൻ വേണുഗോപാലും ഉണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് നോക്കിക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇവർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത് സുധാകരനെ. തീയ സമുദായത്തിൽപ്പെട്ടതാണ്. വെള്ളാപ്പള്ളി വാളെടുത്ത് നിൽക്കുകയാണ്. ഈഴവരെ മുഴുവൻ അതിനകത്ത് നിന്ന് ഇറക്കി വിട്ടല്ലോ, ഈഴവരില്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈഴവരുടെ വോട്ടൊന്നും ഇനിയും കോൺഗ്രസ്സിനില്ല എന്ന്. ക്രൈസ്തവരുടെ വോട്ട് പോയി അത് തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു വ്യാമോഹത്തിലാണ് സണ്ണി ജോസഫിനെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫിനൊന്നും ഈ CPMലെ ആരുടെയെങ്കിലും ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടിയൊന്നും കൊടുക്കാൻ ഇത്തിരി പ്രയാസപ്പെടുന്നേ. സണ്ണി ജോസഫ് സൗമ്യനാണ്, ചിരിച്ചു നിൽക്കും, അത്രയേ ഉള്ളൂ. സുധാകരൻ അങ്ങനെയല്ലല്ലോ. സുധാകരനോട് എന്താടാന്ന് ചോദിച്ചാൽ നീ ആരാടാ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ചങ്കൂറ്റം നട്ടലിന് ഉറപ്പുള്ളതാണ്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ മാറ്റുന്നത്? അനാരോഗ്യമെന്നൊക്കെ പറഞ്ഞാണ്. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ബാക്കി കോൺഗ്രസ്സുകാരന്മാരെല്ലാം നല്ല ആരോഗ്യത്തോടു കൂടിയാണോ? കോൺഗ്രസ്സുകാരുടെ ആരോഗ്യം നമുക്കറിയാവുന്നതാണ്. അലക്കി വെളുപ്പിച്ച് കതിറുമൊക്കെ ഇട്ട് ഇങ്ങനെ കുട്ടപ്പന്മാരായിട്ട് നടക്കും. പെട്ടിയെടുപ്പുകാർ വരെ അങ്ങനല്ലേ, അമൂൽ ബേബികളെ പോലെ ഇങ്ങനെ നടക്കും. മൈക്കും ക്യാമറയും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഇടിച്ചു കയറാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്നവരാണ് ഈ കോൺഗ്രസ്സുകാരന്മാർ. പാര വയ്ക്കാൻ ഇത്രയും സമർത്ഥന്മാരായിട്ട് വേറെ ആരുമില്ലെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു ഗവേഷണം നടത്തി ഇവന്മാർക്കെല്ലാം ഡോക്ടറേറ്റ് കൊടുക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. സണ്ണി ജോസഫിനെ എത്ര കാലം നിർത്തില്ല, നോക്കിക്കോ. സണ്ണി ജോസഫിനെ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സണ്ണി ജോസഫിനെതിരെ തുടങ്ങും പുറത്താക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസ് വിജയിച്ചാലും ഇല്ലെങ്കിലും. സണ്ണി ജോസഫ് കണ്ടല്ലോ, ആദ്യമേ സാദിഖലി തങ്ങളെ കണ്ടല്ലോ, പാണക്കാട് തങ്ങളെ കണ്ട് അവിടുന്ന് കാലിൽ തൊട്ടു തൊഴുത് അനുഗ്രഹവും വാങ്ങിക്കൊണ്ടാണ് പ്രയാണം ആരംഭിച്ചത്. വരുന്ന വഴിക്ക് ഇനിയും നായന്മാരുടെ മേധാവിയെ കണ്ടില്ല എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ച് പോപ്പിനെയും കയറി കണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പം ഏതെല്ലാം വഴിക്കൂടെ കോൺഗ്രസിന് വോട്ട് പോയി എന്നുള്ളത് മനസ്സിലാക്കണം. ക്രൈസ്തവരുടെ സീറ്റുകൾ പിടിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടി പറയുന്നത്. 100 അല്ലേ? ആർക്കാ പറയുന്നതിന്? സ്വപ്നം കാണുന്നതിന് ആർക്കെങ്കിലും ടാക്സ് കൊടുക്കണം? ഒരുപക്ഷെ സുധാകരൻ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പുതിയ ആൾക്കാർക്ക് ഒന്ന് വഴിമാറി കൊടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ അങ്ങനെ വഴിമാറി കൊടുക്കുന്നതല്ലേ നല്ലത്?
മുതിർന്ന നേതാക്കൾ നിന്നുകൊണ്ട് തന്നെ പുതിയ നേതാക്കൾക്ക്, കാരണം അവർക്കറിയാലോ ഇന്നത്തെ പഴയ ഒരു കാലഘട്ടം മാറി ഇപ്പൊ 10 വർഷത്തെ ഒരു ഗ്യാപ്പ് ഇവരുടെ ഇടയിലുണ്ട്. അത് രണ്ടാം പിണറായി സർക്കാരാണ്. അപ്പൊ ഇതിനിടയിൽ എന്തൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ ഭരണത്തിന്റെ ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു മാറ്റങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ആധിപത്യം, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഗതിയാണ് ഈ ഒരു 10 വർഷത്തെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന് തുടക്കത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ പുതിയ തലമുറയ്ക്ക്, ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പുതുജനങ്ങളുടെ പുതിയ തലമുറയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ലേ. അപ്പോൾ അത് ഒരുപക്ഷെ ഈ ഒരു മാറ്റം നല്ലതല്ലേ, നല്ലൊരു ഷാഫി പറമ്പിൽ നിന്ന് ഒരു ജോലിയില്ലെന്നേ വിഷ്ണുനാഥിനെ. അതൊക്കെ ഈ നായന്മാരെയും മുസ്ലിം സമുദായത്തെയൊക്കെ പ്രീണിപ്പെടുത്താൻ വേണ്ടി അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ സണ്ണി ജോസഫിനെ ഇവരിവിടെ വെച്ചതിലൂടെ എന്താ വിചാരിക്കുന്നത്? ക്രൈസ്തവരുടെ വോട്ട് മുഴുവനെങ്കിൽ നേരെ കോൺഗ്രസിലേക്ക് വന്നു വീഴുവന്നു. വടകരയിലേക്ക് നമ്മൾ കണ്ടതാണല്ലോ ഷാഫിയും രാഹുലും ഒക്കെ ഒരു പ്രയാണവും അവരുടെ ആ ഒരു തരംഗവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. കുറച്ചുകൂടെ യൂത്തിനെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് അവരുടെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഷാഫി പറമ്പിലിനെ എന്താ KPCC പ്രസിഡന്റ് ആക്കിയാൽ എന്താ കുഴപ്പം? മുഴുവൻ പുതുതരെ കൊണ്ടുപോവാ. കോൺഗ്രസിൽ ഈ പടുകിഴവന്മാരാണ്, കടൽ കിഴവന്മാരാണ് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത്. അവരാണ് വഴിമാറി കൊടുക്കാത്തതും. AK ആന്റണിക്ക് സ്ഥാനമാനം കൊടുത്തേ, ഇപ്പോഴും അതിനകത്ത് നിൽക്കും. കടിച്ചു തൂങ്ങിക്കിടക്കുന്നവരാണ് ഇവരെല്ലാവരും, ആരും മാറത്തില്ല. KV തോമസിന് ആർത്തി മൂത്തല്ലേ CPM-ലേക്ക് വന്നത്. ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് വാങ്ങുന്നത്, ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിച്ച് പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുകയല്ലേ സുധാകരൻ പറഞ്ഞതുപോലെ, സുധാകരൻ പറഞ്ഞതുപോലെ. അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, അതിനകത്ത് മാറ്റമില്ല. അപ്പോൾ 26 നോക്കിക്കോ, ഇവർക്ക് അധികാരമൊന്നും കിട്ടാൻ പോകുന്നില്ല. ക്രൈസ്തവരുടെ വോട്ട് പോയി, SNDP-യുടെ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് പോയി കഴിഞ്ഞു 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. CPM തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്, ഞങ്ങളുടെ പാർട്ടി കേന്ദ്രങ്ങളിലെ ഈഴവരുടെ വോട്ട് പോലും BJP-യുടെ ഭാഗത്തേക്ക് പോയി എന്ന് MP ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. MP ഗോവിന്ദൻ അങ്ങനെ തുറന്നടിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. പിന്നെ NSSൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും കോൺഗ്രസിൽ നിൽക്കുന്നില്ല. പണ്ട് നമ്മൾ NSSനെ കാണുന്നത് എപ്പോഴും കോൺഗ്രസിലൂടെ ചായ്വ് കാണിച്ചു മുക്കുകയാണ്. ഇടയ്ക്ക് പിന്നെ സുകുമാരൻ പറയും സമദൂരമാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരകൽച്ചയിലാണ്. ഈ അകൽച്ചയ്ക്കെല്ലാം കാരണം എപ്പോഴും പറയുന്ന കാര്യമാണ്, മുസ്ലിം ലീഗിനെ വേണ്ട തരത്തിൽ അമിത പ്രീണനം കൊടുത്തു വളർത്തിക്കൊണ്ടുവന്നു. അത് കോൺഗ്രസിന് ദോഷമുണ്ടാക്കി. ഈ സണ്ണി ജോസഫിന് ഈ ലീഗിനെ അല്പം ഒന്ന് മാറ്റി നിർത്താമോ? എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ കൂട്ടിച്ചേർത്ത് നിർത്തുമോ? നടക്കത്തില്ല. ലീഗിനെ അകറ്റിക്കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ലീഗ് അവരൊക്കെ കൊടുക്കുന്ന സീറ്റൊക്കെ അവർ വിജയിച്ച് വരികയും ചെയ്യും. ലീഗ് നിർണായക ഘടകമാകും. ഈ സണ്ണി ജോസഫിനൊക്കെ നോക്കിക്കോ, 26-ലെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എന്നേ ഞാൻ പറയത്തുള്ളൂ. ലീഗിന് ഇനിയും വഴങ്ങേണ്ടി വരും. ഉറപ്പായ കാര്യമാണ്. ലീഗ് നന്നായിട്ട് കോൺഗ്രസിനെ ഭരിക്കും, തേച്ച് കഴുകിയിടുമെന്നുള്ളതാണ്. ലീഗ് അപ്രമാദിത്യം കാണിക്കുന്നതിനോട് അത്രയും വേറൊരു ആരും കാണിക്കത്തില്ല. ക്രൈസ്തവ വോട്ടുകളൊന്നും ഇവർക്ക് ഇനിയൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. മുനമ്പം വഖഫ് ഭേദഗതി ബില്ലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ BJP-യിലേക്ക് പോയി. BJP-യിൽ ധാരാളം ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ജോർജ് കുര്യനായാലും PC ജോർജ് ആയാലും ഷോൺ ജോർജ് ആയാലും ജേക്കബ് തോമസും അൽഫോൻസ് കണ്ണന്താനവും ഇവരെ പോലുള്ളവരെ മുൻനിരയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഇറക്കി നിർത്തിക്കൊണ്ട് കളിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്താം. തൃശ്ശൂരിലെ സുരേഷ് ഗോപി ഉപയോഗിച്ച തന്ത്രം ക്രൈസ്തവരുമായിട്ട് വലിയ അടുപ്പമാണ്, അവിടുത്തെ ബിഷപ്പുമാരുമായിട്ട്. അത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഉണ്ടാക്കിയ ആ ഒരു പ്രകടനവും അതിൻ്റെ മെച്ചവും ഉണ്ടായി. അതിപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതാണ് പിന്നീട് അങ്ങോട്ടുള്ള ഈ ഈസ്റ്റർ സമയത്തും ഒക്കെ സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബിഷപ്പ് ഹൗസിൽ പോകുന്നു. അത് സുരേഷ് ഗോപി മാത്രമല്ല, BJP-യുടെ കേന്ദ്ര നേതൃത്വവും മോദിയും അമിത്ഷായും ഒക്കെ തന്നെ ഈ എല്ലാവർക്കും ക്രിസ്മസ് സന്ദേശം നൽകുന്നു, ഈസ്റ്റർ ദിന സന്ദേശം നൽകുന്നു, അവിടെ ബിഷപ്പുമാരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ BJP-യെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ കാണാതെ മറ്റൊരു മുഖമായിട്ട് കാണാൻ BJP പഠിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അതിലേക്ക് ക്രൈസ്തവർ കൂടുതൽ ആകൃഷ്ടരാകുകയും ചെയ്തു. അതിൻ്റെ നേട്ടം ഇവർക്ക്
കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ സണ്ണി ജോസഫിനാകുമോ? സണ്ണി ജോസഫ് ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആളാണ്. അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾ വന്നെന്നും പറഞ്ഞ് ഇത് ഈ വോട്ടൊന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല. അയ്യോ, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറയും, ഓ നമ്മുടെ ആളാണ് KPCC പ്രസിഡന്റ്, അതുകൊണ്ട് നമുക്കങ്ങ് വോട്ട് കൊടുത്ത് കളയാമെന്ന്. പിന്നെ വെള്ളാപ്പള്ളി തൃപ്തനല്ലല്ലോ. വെള്ളാപ്പള്ളി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈഴവർ മുഴുവൻ പോയി എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്ത് ഗൗരവം കണക്കിലെടുക്കേണ്ടതാണ്. കാരണം നല്ല പങ്കുണ്ടായിരുന്നു ഈഴവരുടെ വോട്ട്, അത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. അപ്പം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി 26-ൽ കിട്ടുമെന്നുള്ളതാണ്. ഇവർക്ക് നാണം കെട്ട പരാജയത്തിലേക്ക് പോലും പോകാൻ സാധ്യതയുണ്ട്. ആ സാധ്യത അങ്ങനെ വരുമ്പോൾ ഇവിടെ കേരളത്തിലെ ഭരണം വീണ്ടും 3-ാം വട്ടവും പിണറായി വിജയനിലേക്ക് പോകും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് തന്നെയായിരിക്കും. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ്സിന് സീറ്റ് അല്പമൊന്നും നില മെച്ചപ്പെട്ടു വരികയും കൂടുതൽ സീറ്റിലേക്ക് LDF പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ലീഗിന് UDF ഭരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ലീഗ് പതുക്കെ മറുഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ്. അവർക്ക് ലീഗിന് വേണ്ട തരത്തിലുള്ള പ്രാധാന്യവും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും സണ്ണി ജോസഫ് കയറിയത് കൊണ്ട് കോൺഗ്രസ് ഒന്നും വലിയ മെച്ചപ്പെടാനൊന്നും പോകുന്നില്ല. കോൺഗ്രസ് പിന്നെയും പഴയതുപോലെ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.